ഹലോ അസ്സാം വലൈക്കും. ഇന്ന് നമ്മുടെ ഗൗണിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഹാൻഡ് വർക്ക് ചെയ്തിരുന്ന ഗൗൺ ഉണ്ടല്ലോ, അതിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്കാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെറ്റീരിയലൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഇന്നലെ അല്ല, കഴിഞ്ഞ വീഡിയോയിൽ ഹാൻഡ് വർക്ക് മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് ഒരു 3 പേർക്കാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 ഗൗണും ഒരു ഫ്രോക്കും, ഒരു ബേബി ഫ്രോക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ ഫിനിഷ് ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിലിടക്കാണ് ഞാൻ ചെറിയൊരു ഷോർട്ട്സ് ഇട്ടത് കേട്ടോ, തിരക്ക് കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ സ്റ്റിച്ചിങ് വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ട് പറ്റിക്കല്ല കേട്ടോ. ഈ ഒരു തിരക്ക് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ, സ്റ്റിച്ചിങ് വീഡിയോ ആയതുകൊണ്ട്. ഷോർട്ട്സൊക്കെ ആകുമ്പോൾ വലിയ കുഴപ്പമില്ല, അതുകൊണ്ടാണ് ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ട് നിങ്ങളെ അറിയിക്കണത് കേട്ടോ വിവരങ്ങൾ. അപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ യോക്കിലും അതുപോലെ സ്ലീവിൻ്റെ എൻഡ് ഭാഗത്തുമായിട്ടാണ് കേട്ടോ നമ്മൾ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സംഭവങ്ങളൊക്കെ ലേസ് കട്ട് ചെയ്തിട്ട് ആപ്ലിക് വർക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബീഡ്സും എല്ലാം നമ്മൾ തുന്നി കൊടുത്തേക്കാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ എന്താ പറയുക, ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ കൂടിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ലോങ് വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ആക്കാം കേട്ടോ. അതിനൊക്കെ ഒന്ന് ഗ്യാപ്പ് തരണം കേട്ടോ. ഞാൻ പറഞ്ഞു പറ്റിക്കാമെന്നൊന്നും വിചാരിക്കരുത്. എന്താ പറയുക, അത്രയും തിരക്കും കാര്യങ്ങളായതുകൊണ്ടാണ്. ഇപ്പോൾ 22-ാം തീയതി ഒരു വെഡ്ഡിങ്ങിൻ്റെ വർക്കിലാണ് ഇപ്പോൾ ഞാൻ. ഈ ഗൗണിൻ്റെ ഒക്കെ കഴിഞ്ഞു കേട്ടോ, ഇപ്പോൾ 2ാമത്തെ വർക്കിലാണ്. എന്താ പറയുക, അപ്പോൾ അതിൻ്റെ തിരക്കിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ ഒരു ഷോർട്ട്സ് ഇട്ട് നിങ്ങളെ വിവരം അറിയിക്കുന്നത്. അപ്പോൾ ആ ഒരു തിരക്കും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ആക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇതാട്ടോ. ഇതാണ് ഗൗണ്, കണ്ടില്ലേ, കോളറൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഗൗണാണ്, ഫുൾ ഗൗണ്. ഇതിന് 2 ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഗൗണ്. അപ്പോൾ ഒരെണ്ണം ഇപ്പോൾ ഞാൻ കാണിക്കുന്നുള്ളൂ, സൈസൊക്കെ ഒരുപോലെയൊക്കെ തന്നെ, ഒരിത്തിരി വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ 2 ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ബേബി ഫ്രോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഫുൾ നമ്മൾ എന്താ പറയുക, ഈ ഒരു മെറ്റീരിയലും പിന്നെ അതുപോലെ ഒരു ലേസ് കട്ട് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ, ലേസ് പോലത്തെ ഫ്ലവർ കട്ട് ചെയ്തിട്ടൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കിൽ ഇതൊരു ബോ കൊടുത്തിട്ടുണ്ട്. ഇത് ക്യാൻ ലേസ് വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ വീനക്കാണ് ബാക്കിൽ, പിന്നെ ഒരു ഹുക്കും കൊടുത്തിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇത് അടിയിലെ ലെയർ എന്ന് പറയുന്നത് അംബ്രല്ലാണ് കേട്ടോ. പിന്നെ മേലത്തത് നമ്മൾ സ്ട്രെയിറ്റ് കട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇവർ ഇട്ടിട്ടുള്ളതും കൂടെ കാണിക്കട്ടെ, അവരുടെ റിവ്യൂ കൂടി കൊടുക്കാം. ബാബി, താങ്ക് യു സോ മച്ച്. എത്ര താങ്ക് യു പറഞ്ഞാലും തീരില്ല, അത്ര അടിപൊളിയായിട്ട് ഡ്രസ്സ്. എല്ലാവർക്കും ഇഷ്ടമായി. എല്ലാവരും ഈ ഡ്രസ്സിൻ്റെ അഭിപ്രായം പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞു. പിന്നെ ഉണ്ണിയുടെ പ്രത്യേകിച്ച് ശരിക്കും കടയിൽ നിർത്താൻ പോലെ ഉണ്ട് പറഞ്ഞു. എല്ലാവർക്കും ഞങ്ങൾ 3 ഡ്രസ്സ് ഇഷ്ടമായി. താങ്ക് യു സോ മച്ച്. അപ്പോൾ കസ്റ്റമറുടെ റിവ്യൂ കേട്ടില്ലേ. കസ്റ്റമർ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, നമ്മുടെ ഫാമിലിയിലുള്ളവർ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴത്തെ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ.